റഷ്യയുമായി ഈ അടുത്ത സമയത്തൊരു ചർച്ച വന്നിരുന്നു. ഒരു റെയിൽവേയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച റഷ്യ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു റെയിൽവേ ലൈൻ വലിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ റഷ്യയുമായി ആ ഒരു ബന്ധം അതിനൊരു ഇതുവരെ ഉലച്ചിലൊന്നും തട്ടിയിട്ടില്ല എന്ന് കരുതാം. റഷ്യയായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നിൽക്കുന്നുണ്ട്. കാരണം ഇത് സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് തുടങ്ങി നമ്മൾ ഏറ്റവും അധികം സൈനിക ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന റഷ്യ എന്നാണ്. കാരണം നമുക്കിപ്പോൾ സൈന്യം ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് മാറണമെങ്കിൽ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു പടക്കവും മാറണമെങ്കിൽ വർഷങ്ങളെടുക്കും. കാരണം അതിൻ്റെ പാർട്സ് അതിൻ്റെ ഇത് സെറ്റപ്പ് ചെയ്ത് വരണമെങ്കിൽ വലിയ മാറ്റമാണ്. അപ്പോൾ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ പലതിൻ്റെയും ഇപ്പോഴും സർവീസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയായിട്ട് നമുക്ക് അത്രയ്ക്കധികം ആഴത്തിലുള്ള സൈനിക ബന്ധമുണ്ട്. അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. അതൊന്ന്. രണ്ട്, ഇന്നും ലോകത്തിലൊരു വലിയ ശക്തി തന്നെയാണ് റഷ്യ. അപ്പോൾ റഷ്യയിൽ നിന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണയുടെ എല്ലാം സ്രോതസ്സാണ് റഷ്യ. പ്രകൃതിവാദത്തിൻ്റെ സ്രോതസ്സാണ് റഷ്യ. അപ്പോൾ ആ ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെയും കൂടി ഒരു ആവശ്യമാണ്. അപ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് വരുമ്പോൾ അവർ ഉക്രൈനുമായുള്ള യുദ്ധം നിലനിൽക്കെ തന്നെ ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെയെല്ലാം സുരക്ഷിതമായിട്ട് എത്തിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചത് ഒരു വലിയ പരിധിവരെ റഷ്യയായിട്ട് ബന്ധം നിൽക്കുന്നതുകൊണ്ട് കൂടി തന്നെയാണ്. കാരണം യുദ്ധം തുടങ്ങിയ സമയത്തായിരുന്നു റഷ്യ വലിയ നീക്കങ്ങൾ നടത്തിയ സമയത്തായിരുന്നു ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണമെന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഇസ്രയേലും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം പരസ്യമായിട്ട് തന്നെ പറയുകയാണ്. ഈ ഇന്ത്യ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഇസ്രയേലിൻ്റെ നെതന്യാഹു പറയുകയാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? സുരക്ഷാ മേഖലയിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം ഇന്ന് സഹായം നൽകുന്ന രാജ്യം ഇസ്രയേലാണ്. അതിൻ്റെ മെച്ചം നമുക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ ടിൻഡർ ബോക്സ് എന്ന് പറയാവുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ധാരാളം അക്രമികളും കലാപകാരികളും ടെററിസ്റ്റുകളും എല്ലാം ചുറ്റുമുള്ളൊരു മേഖലയിലാണ്. അപ്പോൾ സദാ ജാഗരൂകരായിരിക്കുന്ന ഒരു പോലീസ് സേനയും അതുപോലെ തന്നെയുള്ള സൈന്യവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദ്യ എപ്പോഴും നമുക്ക് ഏറ്റവും മുമ്പിട്ട് വയ്ക്കുന്ന കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ആവശ്യമുണ്ട്. അവിടെ ഈ മേഖലയിൽ പ്രാവീണ്യം ലഭിച്ചൊരു രാജ്യമാണ് ഇസ്രയേൽ. നമുക്ക് സഹകരണമുണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. അതിൻ്റെ മെച്ചങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ സുരക്ഷിതമായി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ പങ്ക് വരെ അത് ഇസ്രയേലായിട്ടുള്ള നല്ല ബന്ധം കൊണ്ടാണെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാവും. ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാവും എന്നുള്ള അദ്ദേഹം ഒന്ന് കയറ്റി പറഞ്ഞതായിരിക്കും. പക്ഷേ നല്ല ബന്ധമുണ്ടെന്നുള്ളൊരു വസ്തുത നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സർക്കാർ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് ആലോചിച്ച് ചെയ്യണം. ഇപ്പോൾ ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആദർശങ്ങളും നയങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് അവരുടെ നയങ്ങളിൽ നിന്നും അവിടെയുള്ള സാങ്കേതിക മികവിൽ നിന്ന് എന്ത് നമുക്ക് ഉപയോഗപ്പെടുന്നോ അതെടുക്കാനായിട്ട് നോക്കുക. എല്ലാ കാര്യങ്ങളിലും എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല. പണ്ട് ചേരിചേരായൊക്കെ ഉണ്ടായിരുന്ന കാലമല്ല ഇത്. ഇന്ന് കാലം മാറിപ്പോയി. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ അടുത്ത് നമുക്ക് ഈ സുരക്ഷയുടെ കാര്യത്തിൽ സഹകരണം കൊണ്ട് നമുക്ക് മെച്ചമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കണം. അതിൽ യാതൊരു സംശയം പാടില്ല. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് ആയുധം കൊടുത്തോ അല്ലെങ്കിൽ ഇറാനെതിരെ നീക്കം നടത്താനോ നമ്മൾ പോയിട്ടില്ല. അവരുമായിട്ടുള്ള ആ ഒരു നല്ല ബന്ധം നമ്മൾ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചിടത്തേക്ക് വരുമ്പോൾ അവസാനമായി നമുക്ക് അറിയാനുള്ളത്, ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധമുണ്ടായാൽ സൗദിയും തുർക്കിയും എന്ത് ചെയ്യും? അവർ വിട്ടേക്ക്. അതിൽ യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് കയറി വരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അണിയറയിൽ നിന്നുകൊണ്ടുള്ള സഹായം ചിലപ്പോൾ തുർക്കി കൊടുത്തേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചൈന കൊടുത്തു എന്ന് പറയുന്ന പോലെ ആ ഒരു സഹായം തുർക്കി കൊടുത്തേക്കാം. നമുക്കാവശ്യമുള്ള എന്തെങ്കിലും ഒരു ഇതിലുള്ള നമുക്കാവശ്യമുള്ള സഹായം ചിലപ്പോൾ നിഷേധിച്ചേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് തുർക്കി പോവില്ല. സൗദി അറേബ്യ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ നീങ്ങില്ല. അലയൻസ് എല്ലാം അവിടെ ഉണ്ടാവും, പാക്ട് എല്ലാം അവിടെ ഉണ്ടാവും. പക്ഷെ അതിലേക്ക് പോവില്ല.